അങ്ങനെ ഞങ്ങള് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ്. ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാരും ഉണ്ട് ഗൈസ്, എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. അഞ്ജലി ഇങ്ങ് നോക്കൂ, അഞ്ജലി നോക്കൂ. അങ്ങനെ ഞങ്ങള് പോവാണ്, കോളേജിൽ നിന്ന് ഞങ്ങള് വീട്ടിലോട്ട് പോവാ. വീട്ടിൽ പോവാ. അതിന് ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. കാണിച്ചേരാ ഇവിടെ ഗൈസ്, ഇവിടെ എല്ലാവരും അവശതയായി കണ്ടോ, കിടന്ന് ഫ്രണ്ടിലും കിടന്ന്. നീയും കിടക്കും, നീ ആയിട്ട് എന്തിനാ പിന്നിട്ടിരിക്കുന്നത്? പകുതി വഴി പോലും ആയില്ല, അപ്പോഴേ ഈ അവസ്ഥ. എത്ര മണി എവിടെയാണ്? 5:30. പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതിയെന്നേ ഉള്ളൂ. ഹോസ്റ്റലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലുക, വീട്ടിലെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ആഹാ, അയ്യോ ലപ്പി, നമ്മളൊരു സാധനം മറന്നുപോയി. ബുക്ക് മാത്രം എടുത്തില്ല. സന്തോഷായി. ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്, ബുക്ക് മാത്രം എടുത്തിട്ടുണ്ട്. ആഹാ, അവളെടുത്തു, ഞാനെല്ലാം മറന്നുപോയി. ശരി, ബുക്ക് പഠിക്കാൻ വന്നതല്ലല്ലോ നമ്മള്. പിന്നെ എടുത്തോ? പഠിക്കാൻ വേണ്ടി, ഇനി എക്സാം അല്ലേ വരുന്നേ. പഠിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതും വിട്ടുപോയി. ഇനി എന്തായാലും പഠിത്തമൊക്കെ കണക്കാം. അങ്ങനെ ഗൈസ്, ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇപ്പൊ അതേ പൊക്കോണ്ടിരിക്കുവാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 കാണിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോവാ. പ്ലാറ്റ്ഫോം നമ്പർ 3 ഇങ്ങോട്ട് നോക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് ഞങ്ങൾ പോവുകയാണ്. ശരി, തെന്നി പോണ് ഷാജി ഏട്ടാ, ഇവിടെ അരുതബു അരുത്. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ട്രെയിനിൽ കേറിയിട്ട് എടുക്കാം. ശരി, ബൈ ഗൈസ്. അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു ഗൈസ്. ഇനി ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ടുവന്ന് ട്രെയിനകത്ത് കയറി സീറ്റൊക്കെ പിടിച്ചു. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഭാഗ്യം കൊണ്ട്. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ അഭിപ്രായം കാണിക്കുന്നുണ്ട് ഗൈസ്, എനിക്ക് പോലും അറിയത്തില്ല. പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നേ ഉള്ളൂ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് എൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ നാട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ ക്ഷീണതയായിട്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ബസ് വന്നു ഫൈനലി. ഇനി കയറി വീട്ടിലോട്ട് പോവാം. കയറി ഒരുവിധം സീറ്റിലൊക്കെ പിടിച്ചു, ലഗേജൊക്കെ വെച്ചു. ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് നേരം പുറത്തോട്ട് പോയി നോക്കി വീട്ടിൽ പോവാം. അങ്ങനെ ഗൈസ്, എല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇപ്പം സമയം എത്രയായി? 9:45. എങ്ങനെ ഞാൻ കിടക്കാൻ പോകും. ഇനി നാളെ എണീറ്റിട്ട് ബാക്കി പരിപാടികൾ പോവും. ശരിയെന്നാ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഞാൻ പോകുന്നു. ബൈ ബൈ.